അപ്പോൾ ഒരു കുട്ടി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ ലീവായിരുന്നു കേട്ടോ ഇന്ന്. അപ്പോൾ എന്ത് ചോദിച്ചാൽ ഒരു ഡയമണ്ട് ലൈഫ് എടുക്കാമെന്ന്. ഫുൾ ഡേ ഇല്ല കേട്ടോ, കുറച്ചേ ഉള്ളൂ. ഒരു 10-12 മണി ആയപ്പോഴാണ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ അടിച്ചൊക്കെ വാരി സെറ്റാക്കി വെച്ചതിന് ശേഷമാണ് നല്ല ക്യാമറ എടുത്ത് മുറ്റത്ത് പോയിട്ട് ആ ഒരു വീഡിയോ എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്. അങ്ങനെ ഫുൾ അടിച്ച് വാരി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ തുടക്കാൻ വേണ്ടിയിട്ട് നോക്കുവാണ്. നമുക്ക് എല്ലാവരും പോകുന്നതുകൊണ്ട് വീട്ടിൽ ആരും ഉണ്ടാവില്ല. ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ ആരെങ്കിലും വീട്ടിലുണ്ടാവുള്ളൂ. അപ്പോൾ ആണ് ഈ തുടച്ച് വൃത്തിയാക്കലൊക്കെ ഉണ്ടാവും. ആഴ്ചയിൽ ഒരു ദിവസമാണ് കേട്ടോ ഞങ്ങൾ വീടൊക്കെ തുടക്കുക. അയ്യോ ആരും കാരണം നാണക്കേട്. അങ്ങനെയല്ല, നമുക്ക് സമയം കിട്ടാറില്ല. അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഒന്ന് അടിച്ചു വാരി ഇടുന്നല്ലാണ്ട് തുടക്കത്തൊന്നുമില്ല. അങ്ങനെ ഇത് അടിച്ചു വാരി തുടക്കലൊക്കെ കഴിഞ്ഞപ്പോൾ കുളിക്കണ്ടേ. ആ സമയത്ത് ഞാൻ വിചാരിച്ചു ഒരു ഫേസ് പാക്കും കൂടി ഇട്ടാന്ന്. അങ്ങനെ റിംഗ് ലൈറ്റൊക്കെ സെറ്റാക്കി വെച്ചിട്ട് ഫേസ് പാക്ക് ഉണ്ടാക്കലാണ് കേട്ടോ. ഒരു പാത്രത്തിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് എടുത്തിട്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ല നാടൻ ചെറുതേനാണിത്. മറ്റേ സാധാ തേനല്ല, ചെറുതേൻ എന്ന് പറയുന്ന നാടുതേൻ ഒറിജിനലാണ്. ഇത് ഇവിടുന്ന് കാട്ടുന്നു കൊണ്ടുവന്നതാണ് കേട്ടോ. അത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത്, ഭയങ്കര കട്ടിയാണ് കേട്ടോ ഈ തേനിന്. അതുകൊണ്ട് മിക്സ് ചെയ്യാൻ കുറച്ച് ഇതായിരുന്നു കേട്ടോ. ഒത്തിരി ടൈം എടുത്തിട്ടാണ് ഇത് മിക്സ് ചെയ്തെടുത്തത്. അങ്ങനെ മഞ്ഞൾപ്പൊടിയും തേനും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇത് നല്ലൊരു ഫേസ് പാക്ക് ആണെന്ന് കേട്ടോ. ഒത്തിരി വീഡിയോയിൽ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ എൻ്റെ മുഖത്ത് എന്ത് തേച്ചാലും കമ്പനി കളറും മാറത്തില്ല, ഈ ഒരു കലയും കാര്യങ്ങളൊന്നും മാറത്തില്ല. എന്നാലും എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ഞാൻ തേക്കും ഗൈസ്, എല്ലാം ഞാൻ തേക്കും. അങ്ങനെ ഇതാ ക്യാമറയും ഫോണൊക്കെ എടുത്തിട്ട് ഞാൻ പോയിട്ടുണ്ട്. മൊണാൾട്ടൊക്കെ കാണിക്കുന്നുണ്ട് ഗൈസ്. എന്തിനാണെന്ന് എനിക്കറിയില്ല. പിന്നീട് എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ചിന്തിക്കുക എന്തൊക്കെയായി കാണിച്ചു കൂട്ടുന്നതെന്ന്. അങ്ങനെ ഇതാ മുഖത്തൊക്കെ തേച്ചിട്ടുണ്ട്. ഈ സമയത്താണ് ഞാൻ വിചാരിച്ചത് ഫിൽറ്റർ ഇട്ടിട്ട് ആ ഒരു ഫിൽറ്റർ ഇങ്ങനെ നമ്മളെ അനങ്ങുന്നതിനനുസരിച്ച് ആ ലിപ്പൊക്കെ ഇങ്ങനെ പറക്കുന്ന കാണുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞപ്പോഴല്ലേ നിങ്ങളെല്ലാം ശ്രദ്ധിച്ചത്. പറയണ്ടായിരുന്നു. എന്നാലും പോട്ടെ, നിങ്ങളറിയാതെ എന്ത്. അപ്പോൾ ഇതാ അതൊക്കെ തേച്ചിട്ട് ബാക്കി ഞാൻ ഫ്രിഡ്ജിനകത്ത് കൊണ്ടുപോയി വെക്കാം കേട്ടോ. കാരണം നമുക്ക് പിന്നെയും തേക്കാം. ഒത്തിരി ഉണ്ടായിരുന്നു, ഒരു സ്പൂണോളം ഇട്ടിട്ട്. പിന്നെ പാത്രങ്ങളൊക്കെ കുറേ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി പെറുക്കിയെടുത്ത് മീൻ മുറിച്ച്, മത്തിയാണ് കേട്ടോ. മത്തി താഴെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ 200 രൂപയാണ് 1 കിലോന്. അങ്ങനെ ഇത് കുറച്ച് പച്ചമല്ലി കുതിരാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് അവിടെ ഇങ്ങനെ ഉണ്ട്. നമ്മളിന്ന് മൺചട്ടിയിലാണ് മത്തിക്കറി വെക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു റെസിപ്പിയും കൂടി ഉള്ളത് മത്തിക്കറീൻ്റെ വീഡിയോ ആണ് കേട്ടോ. തേങ്ങ അരച്ച വിറകടുപ്പിലുണ്ടാക്കിയ മത്തിക്കറി, എൻ്റെ സ്പെഷ്യൽ മത്തിക്കറി. അങ്ങനെ ഇതാ തേങ്ങ ഞാൻ ചിരകി എടുത്തിട്ടുണ്ട്. ഒരു 1/4 തേങ്ങ, ഒരു മുറിയുടെ 1/4 അത്രയും. പിന്നെ 2 ചെറിയ ഉള്ളി, അത് നമ്മളിങ്ങനെ കുറച്ചൊരു കഷ്ണിച്ചിട്ട് ഇടുന്നുണ്ട്, എന്തായാലും അരച്ചെടുക്കാനുള്ളതല്ലേ. അതും പിന്നെ നമ്മൾ ഈ കുതിർത്ത് വെച്ച മല്ലിയില്ലേ, അതും കൂടെ ഇതിനകത്തേക്ക് ഇടുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതും കൂടെ അരച്ചിട്ടാണ് നമ്മളിന്ന് മീൻ കറി വെക്കാൻ പോകുന്നത്. നല്ല ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന നല്ല അടിപൊളി, കുറച്ചുകൂടെ കഴിക്കണം എന്ന് തോന്നുന്ന ആ ഒരു മീൻ കറി. പിന്നെ ഇതൊരു കുഞ്ഞു കഷ്ണം പുളിയും കൂടെ വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് തക്കാളിയും പച്ചമുളകും ഇഞ്ചിയാണ് കേട്ടോ ഇതിലേക്ക് വേണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ. അങ്ങനെ അത് ഞാനിതാ വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ആ സമയത്ത് അവിടെ ഒരു ആശ നോക്കിയിരിക്കുന്നുണ്ട് എന്തെങ്കിലും കിട്ടുമോയെന്ന് അറിയണം. മീൻ മുറിക്കുമ്പം അത്യാവശ്യം എല്ലാം കൊടുത്തതാണ്. മീനിൻ്റെ വേസ്റ്റ് ഒന്നും തിന്നത്തില്ല കേട്ടോ, തല മാത്രമേ തിന്നത്തുള്ളൂ. ആ ഉള്ളിലത്തെ കുടലും ആ സാധനം അങ്ങനത്തൊന്നും തിന്നത്തില്ല. നല്ല റിച്ച് പൂച്ചയാണ് ഗൈസ്. പൂച്ചക്ക് മാത്രം സ്പെഷ്യലാണ് കൊടുക്കുന്നത്. മത്തി പ്രത്യേകിച്ച് കഴിക്കത്തില്ല. പക്ഷേ ഇപ്പം എന്തോ ആ തല മാത്രം കഴിക്കുന്നുണ്ട്, വേറൊന്നും കഴിക്കത്തില്ല. അങ്ങനെ ഇതാ ഇഞ്ചിയും കൂടെ വൃത്തിയാക്കിയിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം വലിയ കഷ്ണമായിട്ട് തന്നെ ഞാൻ മുറിച്ചിട്ടത്, കാരണം വേഗം എടുത്ത് കളയാലോ. അങ്ങനെ അത്ര വരെ ആശാൻ നല്ല ജോറായിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ. വേറെ പ്രശ്നമൊന്നുമില്ല. ആ സ്ഥലത്ത് മാത്രമേ ഇരിക്കും, വേറെ ഒന്നും ഇരിക്കില്ല. അങ്ങനെ ഇതാ ജാറിലേക്ക് തേങ്ങയും മല്ലിയും ഉള്ളിയും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് വേണ്ട വെള്ളവും കൂടി ഒഴിക്കണം കേട്ടോ. സാധാരണ പുളിവെള്ളത്തിലാണ് അരക്കൽ, ഞാൻ കുറച്ച് നോർമൽ വെള്ളം എടുത്തിട്ട് അരച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് പൊടിയുപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ട് നമ്മൾ അരച്ചെടുത്ത ആ ഒരു തേങ്ങ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളവും പുളി കലക്കിയിട്ട് ആ പുളി പിഴിഞ്ഞ വെള്ളവും ഒക്കെ ഒഴിച്ചിട്ട് സെറ്റാക്കിയിട്ട് മാറ്റി വെക്കാം. നമുക്ക് എത്രയാണോ വേണ്ടത്, അതായത് നമ്മൾ അരച്ച തേങ്ങേൻ്റെ ഒക്കെ അളവിനനുസരിച്ച് വെള്ളം ഒഴിച്ചിട്ട് സെറ്റാക്കിയിട്ട് നല്ല വിറകടുപ്പിൽ ഇതങ്ങോട്ട് വെക്കുക. വിറകടുപ്പിൽ വേവിച്ചതിൻ്റെ ഒരു പ്രത്യേക ഒരു വൈബാണ് കേട്ടോ. ഇപ്പോൾ എന്താണെന്നറിയില്ല, എൻ്റെ വീഡിയോസ് മിക്കതും ഇപ്പം വിറകടുപ്പ് വൈബാണ് എൻ്റെ വീഡിയോസ് മൊത്തം. അത് ചെയ്യാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വിറക് കത്തിക്കാനൊന്നും അറിയത്തില്ലെങ്കിലും ഞാൻ 1.5 മണിക്കൂർ എടുത്തിട്ട് അത് കത്തിച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ കറിവേപ്പിലയുടെ കാര്യം ലാസ്റ്റ് മറന്നു. വീട്ടിൻ്റെ മുറ്റത്ത്
തന്നെ ഉള്ളത് കാരണം മുൻകൂട്ടി പറിച്ചൊന്നും വെക്കത്തില്ലല്ലോ. അതുകൊണ്ട് എല്ലാം കഴിഞ്ഞ് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാലാണ് കറിവേപ്പില പറിക്കാനായിട്ട് ഓടുക. അങ്ങനെ ഇതാ കറിവേപ്പില പറിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ അതും ഒന്ന് ഒഴിച്ചിട്ട് ഇത് സാധാരണ തേങ്ങ അരച്ചതായതുകൊണ്ട് പതച്ച് മറിയും. അതുകൊണ്ട് കാവലിരിക്കുന്ന സമയത്ത് എൻ്റെ പൂച്ച വന്നിട്ട് മീൻ കൊണ്ടുപോയിട്ടുണ്ട്. കുറച്ച് ഇണറാണ് എനിക്ക് സഹിച്ചുകൂടാത്തത്, ഇണർ മൊത്തം കൊണ്ടുപോയി ഒറ്റയൊന്നും എനിക്ക് കിട്ടിയിട്ടുള്ളൂ. അങ്ങനെ അതും കഴുകി വൃത്തിയാക്കി രണ്ടാമതും ഞാൻ അതിലിട്ട് ഇതിനകത്ത് മഞ്ഞളും മുളകും പെരക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേന് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. മഞ്ഞളും മുളകും പെരക്കി വെച്ചത് എന്തിനാന്ന് വെച്ചാൽ മഞ്ഞളും മുളകും പെരക്കിയത് തുങ്കുവാവ കഴിക്കത്തില്ല, അതിന് പച്ചമീൻ മാത്രമേ പറ്റൂ. മഞ്ഞളും മുളകും കറി വെച്ചത് അങ്ങനത്തെ ഒന്നും കഴിക്കത്തില്ല. അങ്ങനെ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. ചോറ് വിളമ്പി കറിയും വിളമ്പി അച്ചാറും കൂടെ സൈഡാക്കിയിട്ട് മീൻ വറുത്തതും കൂടെ സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇതാ ഇണറി എൻ്റെ പൊന്നെ എന്തൊരു ടേസ്റ്റാണെന്നറിയോ. ഇങ്ങനെ കറി വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് പച്ചമല്ലി അരച്ചിട്ടൊന്ന് കറി വെച്ച് വെക്കുക കേട്ടോ. മീൻകറി അടിപൊളിയായിരിക്കും. അങ്ങനെ ഇതാ മീൻകറിയും വറുത്തതും ഇണറും പിന്നെ പച്ചമുളകും എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു പിടിയങ്ങോട്ട് പിടിക്കണം, സ്വർഗ്ഗമാണ്. അപ്പം നല്ല മഴയും പെയ്യുമ്പം ഈ ചൂടോടെ ഈ കറിയൊക്കെ കൂട്ടി കഴിക്കുമ്പോഴുള്ള വൈബ്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബായ്.